പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ വിഷു വരുന്നത് ഏപ്രിൽ 14 തീയതിയാണ്. 1200 ആണ്ട് മീനമാസം 30 ഞായറാഴ്ച രാത്രി 3:21 അതായത് ഉദയാൽപരം 52 നാഴിക 40 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രം 1-ാം പാദത്തിങ്കൽ തുലാക്കൂറിൽ മേടരവി സംക്രമമാണ്. ഈ വർഷത്തെ വിഷുഫലം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കുമെന്ന് പാരമ്പര്യ ജ്യോതിഷ ഗണിത രീതിയിൽ ഗ്രഹനിലയെ അടിസ്ഥാനപ്പെടുത്തിയും ഏറ്റവും നൂതനമായ രീതിയിൽ വ്യത്യസ്ത മേഖലകളിലുള്ള വ്യക്തികളുടെ ആയിരക്കണക്കിന് ഗ്രഹനിലകളെ പരിശോധിച്ച് ഏറ്റവും കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കുവാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇത് ചിലപ്പോൾ മറ്റ് ജ്യോതിഷ വിദഗ്ധരുടെ ഫലപ്രവചന രീതിയിൽ നിന്നും അല്പം വ്യത്യസ്തമായിരിക്കാം. പക്ഷേ ഈ വിഷുഫലം മറ്റേത് പ്രവചനത്തെക്കാളും മികച്ചതാക്കാൻ വേണ്ടി ഞാൻ ഈശ്വരീയമായ എല്ലാ പ്രാർത്ഥനകളോടും കൂടിയാണ് ഇത് നിങ്ങൾക്ക് മുന്നിലേക്ക് സമർപ്പിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി താല്പര്യപ്പെടുന്നു. ഇന്നത്തെ വിഷുഫലം തുലാക്കൂറുകാരുടേതാണ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖത്തിന്റെ ആദ്യ 3/4 ഭാഗവും ചേർന്നതാണ് തുലാക്കൂറ്. തുലാക്കൂറുകാർക്ക് ഈ വർഷത്തെ വിഷുഫലം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത്. നിങ്ങളിപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ അനാവശ്യമായ തടസ്സങ്ങൾ ഉണ്ടായി വരുന്നതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് മനഃശാന്തി നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത്. ജീവിതശൈലി രോഗങ്ങൾ മൂർച്ഛിച്ചു വരുവാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ അല്പം കൂടി ജാഗ്രത പുലർത്തേണ്ടതാണ്. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നത ഈ ഒരു കാലയളവിൽ പരിഹരിക്കപ്പെടുന്നതാണ്. വിദേശത്ത് IT മേഖലയിൽ മേന്മയുള്ള സ്ഥാപനത്തിലേക്ക് മാറ്റം കിട്ടുന്നതാണ്. ധനസ്ഥിതി അല്പം കൂടി മെച്ചപ്പെടുന്നതായിരിക്കും. ധനകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത സ്ഥാനീയരിൽ നിന്നുള്ള പ്രശംസ ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ പങ്കാളികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നതാണ്. ഒന്നിനു പുറകെ ഒന്നായി അനാവശ്യ ചിലവുകൾ വന്നുകൂടും എന്നതിനാൽ വരവ് ചിലവ് കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഗവൺമെന്റ് ജോലിക്കായി തയ്യാറെടുക്കുന്നവർക്ക് ഈ വർഷം വളരെയധികം അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി ഉണ്ടാവുകയും അവർക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കുവാനുള്ള അവസരവും വന്നുചേരുന്നതാണ്. ബന്ധുക്കളുടെ അനാവശ്യ പിടിവാശി മൂലം മേന്മയുള്ള കല്യാണത്തിന് കോട്ടമുണ്ടാകുന്നതാണ്. ഭവന നിർമ്മാണം, വാഹനയോഗം എന്നിവയ്ക്ക് ഈ വർഷം അവസരമുണ്ടാകുന്നതാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം വളരെയധികം അനുകൂലമാണ്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും പഠനത്തിനായി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അല്പം കാലവിളംബം വരുമെങ്കിലും ഈ വർഷം അനുകൂലമായ സാഹചര്യമാണുള്ളത്. ദീർഘദൂര യാത്ര നടത്തുന്നതിനും ബന്ധുസമാഗമത്തിനും യോഗം കാണുന്നുണ്ട്. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളും പുരസ്കാരങ്ങളും ലഭ്യമാകുവാൻ സാധ്യതയുണ്ട്. ചില ആരോപണങ്ങൾക്ക് പാത്രീഭവിക്കുന്നതാണ്. ആരോപണങ്ങളെ ശക്തമായി നേരിടുന്നതിന് കുടുംബത്തിന്റെ സഹായം ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ സമാധാനം നിലനിർത്തുന്നതിനായി വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധനസ്ഥിതിയിൽ കാര്യമായ മാറ്റമുണ്ടായി വരുന്നതാണ്. ഈ വർഷം ഉയർച്ചയുടെ കാലയളവായി തന്നെ കണക്കാക്കാവുന്നതാണ്. പുതിയ ബിസിനസ് രംഗത്തേക്ക് ചുവടുവയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വർഷം വളരെയധികം അനുകൂലമാണ്. അപ്പോൾ പ്രിയപ്പെട്ട തുലാക്കൂറുകാരെ, നിങ്ങളുടെ 2025 വർഷത്തെ വിഷുഫലം ഇങ്ങനെയാണ്. ഇതിൽ ഗുണപരമായ കാര്യങ്ങളും ചില ദോഷകാര്യങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതിൽ ഗുണപ്രദമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതിനും ദോഷകാര്യങ്ങളുടെ പ്രഭാവം നശിക്കുന്നതിനുമായി ചില വഴിപാടുകൾ കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പ്രദോഷ ദിവസം മൃത്യുഞ്ജയാർച്ചന നടത്തുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും, ചാമുണ്ഡി ക്ഷേത്രത്തിൽ ഹാരനേർച്ച നടത്തുന്നതും, ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നതും വേല് സമർപ്പിക്കുന്നതും, ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുന്നതും, ശാസ്താക്ഷേത്രത്തിൽ മുഴുക്കാപ്പും നെയ്വിളക്കം നടത്തുന്നതും, ഗൃഹത്തിൽ ദേവീമാഹാത്മ്യം പാരായണം ചെയ്യുന്നതും ശിവസ്തോത്രം പാരായണം ചെയ്യുന്നതും ഗുണകരമാകുന്നു. അപ്പോൾ ഏവർക്കും ഈ ഒരു വിഷുക്കാലം വളരെയധികം സമ്പൽ സമൃദ്ധവും ആരോഗ്യപൂർണവുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷു ആശംസകൾ.